തൃശൂർ മഴവാക്കരയിൽ മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ കാർ ഇന്ന് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുക്കും. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ട കാർ ഇന്നലെ ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. അപകടസ്ഥലത്തിന് 200 മീറ്റർ അകലെ പുഴയിൽ പനയിൽ തടഞ്ഞ നിലയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുൻ, ഈ കാർ ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാറാണ്. അത് ഓടിച്ചിരുന്ന ചാവക്കാട് സ്വദേശി സിനാൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഷിഹാസ, ഏതാണ്ട് 6 ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് ഈ കാറ് കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് മണലിപ്പുഴയിൽ കാഴ്ചക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, മടവാക്കര കാഴ്ചക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാറ് ഈ പുഴയിലേക്ക് മറിഞ്ഞത്. അതുവഴി വന്ന സിനാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ചാവക്കാട് നിന്നും ആലുവയിലേക്ക് പോവുകയായിരുന്നു. ഈ ടോൾ കൊടുക്കാതെ മറ്റൊരു വഴിയിലൂടെ പോകുന്ന യാത്രക്കാരൊക്കെ തന്നെ സ്ഥിരമായി പോകുന്ന വഴിയാണ്. അത്തരത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. അവിടെ ഒരു വളവിൽ വെച്ച് വാഹനം തിരിച്ചപ്പോൾ നേരെ കാറ് ഈ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പക്ഷേ സിനാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിറകെ വന്ന യാത്രക്കാരും സിനാനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു. അന്ന് ബുധനാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. പക്ഷേ ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ഈ കാറ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുഴയിലാണെങ്കിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലായിരുന്നു. എന്തായാലും മഴയുടെ ശക്തി കുറഞ്ഞതോടുകൂടി പുഴയിൽ ജലനിരപ്പ് കുറയുകയും ചെയ്തു. അങ്ങനെയാണ് ഏതാണ്ട് 200 മീറ്റർ അകലെ കാറ് നിൽക്കുന്നതായി കണ്ടെത്തിയത്. എന്തായാലും ഈ കാറ് പുറത്തെടുക്കാനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കും. ഒരു ക്രെയിൻ എത്തിച്ച ഈ കാറ് ഉയർത്തി പുറത്തേക്ക് എത്തിക്കാനായിരിക്കും ശ്രമിക്കുക. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സിനാനിന് ഉണ്ടായത്. എന്തായാലും കാർ ഇന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയും. ശരി അർജുൻ.